തുർക്കിയും പാകിസ്ഥാനും സൗദിയും ചേർന്ന് വരുന്ന കരാറുകളെ ഒരു രീതിയിലും വിശ്വസിക്കാൻ കഴിയില്ല. അതായത് ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യക്ക് പണി വരുന്നത് എന്നുള്ളത് ഗഹനമായി ആലോചിക്കേണ്ട വിഷയമാണ്. വസ്തുതാപരമായി നോക്കിയാൽ തുർക്കിയും പാകിസ്ഥാനും കൂടി കൃത്യമായി ഒരു പ്ലോട്ട് ചെയ്തു വച്ചിരിക്കുകയാണ്. അതായത് ഒരു വലിയ പ്ലാൻ മെനഞ്ഞു വച്ചിരിക്കുകയാണ്. ഇസ്താംബൂളിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രഥമ ദൃഷ്ട്യ മനസ്സിലാകുന്ന കാര്യം. പക്ഷേ അതുകൊണ്ടൊന്നും യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസക്സിയാൻ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിലവിൽ ഇറാനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ടത് കൂടി നമ്മുടെ രാജ്യം ചെയ്യേണ്ട കാര്യമാണ്. കാരണം റഷ്യയും ഇറാനും ഇന്ത്യയോടൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാണ്. ഇസ്രായേൽ ഇന്ത്യയുടെ കൂടെ നിന്നാലും നിന്നില്ലെങ്കിലും അതൊരു വിഷയമേ അല്ല. കാരണം ഇസ്രായേലിനെ കൊണ്ട് ഇന്ത്യക്ക് ഒരു ചുക്കും നേടിയെടുക്കാനില്ല, ഒരു സഹായത്തിൻ്റെയും ആവശ്യമില്ല. ഇസ്രായേലിൻ്റെ ചാരാന്വേഷണ സംഘടനയായിട്ടുള്ള മൊസാദ് ഏറ്റവും നെറികെട്ട സംഘടനയാണ് ഈ ലോകത്തിൽ വെച്ച് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ പെൻറ്റഗണും ഇസ്രായേലിൻ്റെ മൊസാദും ചേർന്ന് ലോകത്ത് നടത്തി വരുന്ന കുരുതികൾ, രഹസ്യ നീക്കങ്ങൾ, ഇതെല്ലാം ക്രിമിനൽ പശ്ചാത്തലമാണ്. അതായത് ടെററിസ്റ്റ് അറ്റാക്ക് പോലെയുള്ള രീതി തന്നെയാണ് ഇവരും നടത്തുന്നത്. എന്നാൽ ഇവരെ മാത്രം എങ്ങനെ ഭീകരരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും? അത് വളരെ വ്യക്തമായി തന്നെ പറയേണ്ട കാര്യമാണ്. കോവിഡിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ചർച്ചയായ വിഷയം ഉക്രൈൻ റഷ്യ യുദ്ധമാണ്. ഈ വിഷയത്തിൽ ഇന്ത്യ ന്യൂട്രലായാണ് നിന്നത്. അതുപോലെ തന്നെ ഇസ്രയേലുമായും അതുപോലെ ഇറാൻ ഇസ്രയേൽ തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇന്ത്യ ന്യൂട്രലായി തന്നെയാണ് നിന്നത്. എന്നാൽ ചില സംഘപരിവാർ ഹാൻഡിലുകളിൽ ഇസ്രയേലിന് ജയ് വിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇസ്രയേലിന് അനുകൂലമായി ഇന്ത്യ പരിപൂർണമായി ചിന്തിച്ചിട്ടില്ല. ഇറാനെ തടയാനും കഴിയില്ല. കാരണം എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഊർജ മേഖലയിൽ ഇറാനുമായി നിരന്തരം ഇന്ത്യ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ തുർക്കിയുമായും പാകിസ്ഥാനുമായും സൗദിയുമായും ഒക്കെ ഇന്ത്യ കൃത്യമായി എടുത്തിരിക്കുന്ന ഒരു ഉഭയകക്ഷി രീതിയുണ്ട്. അതിൽ പാകിസ്ഥാനാണ് ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തുന്നത്. തുർക്കിയെയും സൗദിയെയും ഒന്നും ഇന്ത്യ അകറ്റി നിർത്തിയിട്ടില്ല. വാസ്തവത്തിൽ സൗദിയുമായി ഇന്ത്യ നല്ല ടേംസിലാണ്. ഇവിടെ സൗദിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിൽ സൗദി വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ സൗദിയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം ഘട്ടം ഘട്ടമായി വെട്ടിച്ചുരുക്കാനായിരിക്കും ഇന്ത്യ തയ്യാറാകുന്നത്. നെറുകേടുകൾക്ക് കൃത്യമായ ഉത്തരം പറയണമെങ്കിൽ ഇന്ന് മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാരായ ഇറാനെ വേണ്ട വിധത്തിൽ അവരെ പരിഗണിക്കേണ്ടത് കൂടി ആവശ്യമാണ്.